നമസ്കാരം. എത്ര തവണ നമ്മൾ സ്വയം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇന്നു മുതലെല്ലാം മാറ്റിമറിക്കണം, നാളെ രാവിലെ മുതൽ തീർത്തും പുതിയൊരു മനുഷ്യനായി മാറണമെന്ന്. രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ വലിയ വലിയ പദ്ധതികളാണ്. നാളെ നേരത്തെ എഴുന്നേൽക്കണം, കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം, ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കണം എന്നൊക്കെ വലിയ വീര്യത്തോടെ ചിന്തിച്ചാണ് നമ്മൾ ഉറങ്ങുന്നത്. നേരം വെളുത്താൽ കാര്യങ്ങൾ മാറും എന്ന പ്രതീക്ഷയോടെ ഉറങ്ങാൻ കിടക്കുന്ന നമ്മൾ പക്ഷേ രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ വില്ലന്മാരായി പ്രവർത്തിക്കുന്ന ചില അദൃശ്യ ശക്തികളെ അറിയുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ വീണ്ടും കടക്കാരനോടും വിധിയോടും പരാതിപ്പെട്ട് തലയിൽ കൈവച്ചിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന പഴയ മോട്ടിവേഷൻ കഥകൾ മാറ്റിവെക്കൂ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, ധ്യാനിക്കണം, ജ്യൂസ് കുടിക്കണം എന്നൊക്കെയുള്ള സ്ഥിരം ശൈലികൾ കേട്ട് മടുത്തവർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതത്തിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ജീവിതത്തിന്റെ വിജയത്തെയും സമാധാനത്തെയും ദിവസവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രഭാത തെറ്റുകളുണ്ട്. ആരും ചിന്തിക്കാത്ത, എന്നാൽ ആഴത്തിൽ ആലോചിച്ചാൽ ഇത് തന്റെ കഥയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ചില നഗ്നസത്യങ്ങളാണിവ. ഭാരതത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനും തന്ത്രജ്ഞനുമായ ചാണക്യന്റെ ചിന്തകളെ മുൻനിർത്തി നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ വളരെ രസകരമായി മനസ്സ് തുറന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ചുരുക്കം ചില മനുഷ്യർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നത് എന്നും 24 മണിക്കൂർ കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ പാരമ്പര്യമോ ബാങ്ക് ബാലൻസോ ഇല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം വലിയ നിലയിലെത്തിയ എത്രയോ പേർ നമുക്കിടയിലുണ്ട്. സാധാരണ പെട്ടിക്കടയിൽ നിന്ന് തുടങ്ങി വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവരും പ്രവാസത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന് നാടിനെ അത്ഭുതപ്പെടുത്തിയവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയോ കഴിവോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലാണ് വ്യത്യാസം ഒളിഞ്ഞിരിക്കുന്നത്. അതിലുപരി വിജയിക്കുന്ന മനുഷ്യർ രാവിലെ ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങളുമുണ്ട്. വിജയിക്കാൻ വലിയ തന്ത്രങ്ങളും കോടിക്കണക്കിന് രൂപയും വേണമെന്നത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ വിജയം നിർണയിക്കുന്നത് അവൻ തന്റെ ദിവസത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നാണ്. സൂര്യോദയത്തിന് മുൻപുള്ള സമയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതാണ് ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത് എന്ന് ചാണക്യനീതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ചാണക്യന്റെ 7 ശക്തമായ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ തന്ത്രം പലരും വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. ഇതിനെ നമുക്ക് ബാധ്യതകളുടെ ഡിജിറ്റൽ ലേലം എന്ന് വിളിക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കരുത് എന്നെല്ലാവരും പറയാറുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥ മനഃശാസ്ത്രപരമായ കാരണം പലർക്കും അറിയില്ല. ഒരു മനുഷ്യൻ തന്റെ ദിവസത്തെ കടപ്പാടുകളോടെയും മറ്റുള്ളവരുടെ ആജ്ഞകളോടെയും തുടങ്ങുകയാണെങ്കിൽ അവൻ ആ ദിവസം മുഴുവൻ ഒരു അടിമയായിരിക്കും എന്ന് ചാണക്യൻ പറയുന്നു. രാവിലെ എഴുന്നേറ്റപാടെ വാട്സാപ്പ്, ഇമെയിലോ തുറക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തലച്ചോറിലേക്ക് കയറ്റിവിടുകയാണ്. കടം തരാനുള്ളവന്റെ സന്ദേശവും ഓഫീസിലെ പരാതികളും നാട്ടിലെ തർക്കങ്ങളും കണ്ട് തലച്ചോറ് ഉണരുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാനസിക ഊർജം മറ്റുള്ളവർക്കായി ലേലം വിളിച്ചു കൊടുക്കുന്നു. തൃശൂരിൽ ചെറിയൊരു സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ഒരാളുടെ ഉദാഹരണമെടുത്താൽ, രാവിലെ 6 മണിക്ക് കട്ടിലിരുന്ന് വാട്സാപ്പ് നോക്കുമ്പോൾ സപ്ലയറുടെ ഭീഷണി സന്ദേശം കാണുന്നു. അത് കണ്ടതോടെ മനസ്സ് ഭാരപ്പെട്ട് നെഞ്ചിടിപ്പ് കൂടുന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് വലിയൊരു അസ്വസ്ഥതയോടെയാണ്. ചായ കുടിക്കുമ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു. കടയിൽ പോയി ഇരിക്കുമ്പോൾ കസ്റ്റമേഴ്സിനോട് ചിരിച്ച് സംസാരിക്കാൻ പോലും കഴിയാതെ വരുന്നു. ആ സന്ദേശം 9 മണിക്ക് കടയിലെത്തുമ്പോൾ കണ്ടാലും മതിയായിരുന്നു. എന്നാൽ ആ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം അദ്ദേഹം സ്വന്തം മനസ്സിനെ നശിപ്പിച്ചു. വിജയികൾ രാവിലെ ഒരിക്കലും അന്യന്റെ ആവശ്യങ്ങൾക്ക് തങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കില്ല. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യമാണ്. അവിടെ ആർക്കും പ്രവേശനമില്ല. നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ജീവിതം ജീവിക്കാനാണോ അതോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമാണോ? എന്നാൽ അടുത്ത തന്ത്രമാണ് പലരും സുകൃതം എന്ന് കരുതി ചെയ്യുന്ന വലിയൊരു ദുരന്തം. രണ്ടാമത്തെ തന്ത്രം കേൾക്കുമ്പോൾ ചിലർക്ക് നെറ്റിച്ചുളിയാം. ഇതിനെ ഭക്തിയുടെ മറവിലെ ഇരവാദം എന്ന് പറയാം, അതായത് പരാതികളുടെ പ്രാർത്ഥന. നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചാണക്യൻ വിധിവാദത്തെയും ഇരവാദത്തെയും ശക്തമായി എതിർത്ത ആളാണ്. തന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തെ മൂർച്ച കൂട്ടാതെ ദൈവത്തോട് യുദ്ധം ജയിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നവൻ വിഡ്ഢിയാണ് എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളുടെയും പ്രഭാത പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദൈവമേ, എനിക്ക് ആ കടം ഒന്ന് തീർത്തു തരണേ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരണേ, എന്റെ ശത്രുക്കളെ ഒന്ന് തകർത്തു തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥനകൾ. ഇത് പ്രാർത്ഥനയല്ല, മറിച്ച് ദൈവത്തിന്റെ മുന്നിൽ നടത്തുന്ന പരാതിപ്പെടലുകളാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ വിക്ടിം മെന്റാലിറ്റി അഥവാ ഇരവാദം എന്ന് വിളിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനോട് ഞാൻ പാവമാണ്, എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ മുകളിലിരിക്കുന്നയാൾ വിചാരിക്കണം എന്ന് പറയുകയാണ്. പ്രവാസികളുടെ കുടുംബങ്ങളിലെ ചില അമ്മമാരെയോ ഭാര്യമാരെയോ ശ്രദ്ധിക്കുക.
രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കരച്ചിലും സങ്കടവും നിറയുന്നു. അവിടുന്ന് കഷ്ടപ്പെടുന്നു, ഇവിടുന്ന് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ദാരിദ്ര്യത്തിലേക്ക് ചുരുങ്ങുകയാണ്. വിജയിക്കുന്ന മനുഷ്യർ രാവിലെ ഒരിക്കലും യാചിക്കാറില്ല. അവർ നന്ദി പറയുകയാണ് ചെയ്യുക. ജീവിക്കാൻ ഒരു ദിവസം കൂടി നൽകിയതിന് നന്ദി, ബാക്കി കാര്യങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് നേടിക്കൊള്ളാം എന്ന് അവർ കരുതുന്നു. ഇതാണ് ഒരു പോരാളിയുടെ യഥാർത്ഥ മനോഭാവം. രാവിലെ ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഇരയാകരുത്, പകരം വിധി മാറ്റാൻ ഇറങ്ങിത്തിരിക്കുന്ന വേട്ടക്കാരനാകുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ശക്തി തരുന്നുണ്ടോ, അതോ നിങ്ങളെ കൂടുതൽ ദുർബലനാക്കുകയാണോ എന്ന് ചിന്തിക്കുക. ഇനി മൂന്നാമത്തെ തന്ത്രത്തിലേക്ക് വരാം. ഇത് നമ്മുടെ വീട്ടിലെ അടുക്കളകളിൽ നിന്ന് തുടങ്ങുന്ന വലിയൊരു ശാപമാണ്. ഇതിനെ പ്രഭാതത്തിലെ പഴയ കടങ്ങൾ വീട്ടൽ എന്ന് പറയാം. ഇത് മലയാളികളുടെ വീടുകളിൽ മാത്രം കാണുന്ന വല്ലാത്തൊരു ശീലമാണ്. രാവിലെ ചായ കുടിക്കാൻ മേശപ്പുറത്തിരിക്കുമ്പോൾ തുടങ്ങും ഇന്നലത്തെ തർക്കങ്ങളുടെ ബാക്കി പത്രം. ഇന്നലെ നീ അത് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെ ആ പൈസ എവിടെയാണ് കളഞ്ഞത് എന്നൊക്കെ ചോദിച്ച് പഴയ പാരമ്പര്യം തോണ്ടാൻ തുടങ്ങും. കഴിഞ്ഞുപോയ രാത്രി ഒരു ശവമാണ്. ആ ശവത്തെ വീണ്ടും കുഴിച്ചെടുത്ത് പ്രഭാതത്തെ മലിനമാക്കുന്നവൻ സ്വന്തം വീടിന്റെ ഐശ്വര്യം കളഞ്ഞുകുളിക്കുകയാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. പല വീടുകളിലും രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ടാകും. ഭർത്താവ് ഓഫീസിലേക്ക് ഇറങ്ങുന്നത് ദേഷ്യത്തോടെയായിരിക്കും. ഭാര്യ അടുക്കളയിൽ പാത്രങ്ങൾ കൊട്ടിയിടുന്നുണ്ടാകും. കുട്ടികൾ പേടിച്ച് വിറച്ച് സ്കൂളിൽ പോകുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ബിസിനസ്സിലോ ജോലിയിലോ ജയിക്കാൻ കഴിയുക? തന്റെ തലച്ചോറിന്റെ പകുതി ഊർജവും വീട്ടിലെ തർക്കങ്ങൾ തീർക്കാൻ അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞു. രാഹുൽ എന്ന ഉദ്യോഗസ്ഥന്റെ ഉദാഹരണം തന്നെ എടുക്കാം. രാവിലെ ചായ കുടിക്കുമ്പോൾ ഭാര്യയുമായി ചെറിയൊരു തർക്കമുണ്ടാകുന്നു. വിഷയം വളരെ നിസ്സാരമാണ്, കറിക്ക് ഉപ്പില്ലാത്തതു മാത്രം. പക്ഷേ അത് വളർന്നു വലുതായി രാഹുൽ ബൈക്കുമെടുത്ത് ഓഫീസിലേക്ക് പോകുന്നത് കടുത്ത ദേഷ്യത്തോടെയാണ്. വഴിയിൽ വെച്ച് മറ്റൊരു വണ്ടിക്കാരനുമായി വഴക്കുണ്ടാക്കുന്നു. ഓഫീസിൽ ചെന്നിട്ട് മാനേജർ പറയുന്ന ചെറിയൊരു കാര്യത്തിന് പോലും പ്രതികരിക്കുന്നു. ഒടുവിൽ ജോലിയിൽ വലിയൊരു തെറ്റ് വരുത്തിവെക്കുന്നു. വിജയികൾ രാവിലെ ഒരിക്കലും വീടുകളിൽ നെഗറ്റീവ് ചർച്ചകൾ അനുവദിക്കാറില്ല. രാവിലെ എന്ത് പ്രശ്നമുണ്ടായാലും അത് വൈകുന്നേരം സംസാരിക്കാം എന്ന് പറഞ്ഞു മാറ്റിവെക്കാനുള്ള ആത്മനിയന്ത്രണം അവർക്കുണ്ടാകും. പ്രഭാതം ശാന്തമായിരിക്കണം. ആ ശാന്തതയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് സ്നേഹത്തിന്റെ ശബ്ദമാണോ അതോ കലഹത്തിന്റെ ഒച്ചയാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഇനി നാലാമത്തെ തെറ്റ് കേൾക്കുമ്പോൾ ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ അതിന്റെ ആഴം വളരെ വലുതാണ്. നാലാമത്തെ തന്ത്രം കപടജാഗ്രതയുടെ കെണിയാണ്. അതായത് പ്രഭാത വാർത്തകളിലെ വിഷം തലച്ചോറിലേക്ക് ഇറ്റിക്കുക എന്നത് തന്നെ. പലർക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയോടൊപ്പം പത്രം വായിക്കുകയോ ടിവിയിൽ വാർത്തകൾ വയ്ക്കുകയോ ചെയ്യുന്ന ശീലമുണ്ട്. ഇത് ലോകവിവരം കൂട്ടാനാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ ചിന്തകളുടെ ഉറവിടത്തെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുന്നുവെന്നും വിഷമുള്ള വിത്തുകൾ വിതച്ചാൽ അമൃത് വിളയില്ല എന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. രാവിലത്തെ പത്രങ്ങളിലും വാർത്തകളിലും എന്താണുള്ളതെന്ന് പരിശോധിച്ചു നോക്കൂ. കൊലപാതകങ്ങളും വഞ്ചനകളും രാഷ്ട്രീയവും അപകടങ്ങളും സാമ്പത്തിക തകർച്ചകളും മാത്രം. തലച്ചോറ് ഏറ്റവും അധികം കാര്യങ്ങൾ വലിച്ചെടുക്കുന്ന സമയമാണ് പ്രഭാതം. ആ സമയത്ത് ഇത്തരം നെഗറ്റീവ് മാലിന്യങ്ങൾ തലച്ചോറിലേക്ക് കുത്തിനിറയ്ക്കുമ്പോൾ ഈ ലോകം മുഴുവൻ വഞ്ചനയും കപടതയും നിറഞ്ഞതാണെന്ന ഭയം ഉപബോധ മനസ്സിൽ അറിയാതെ കയറിക്കൂടും. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ ഉടനെ നാട്ടിലെ ചാനലുകളിൽ അഴിമതിയും കൊള്ളയും കാണുമ്പോൾ താൻ നാട്ടിൽ ബിസിനസ് തുടങ്ങിയാൽ അത് നന്നാവില്ലെന്നും നാട് നശിച്ചു കിടക്കുകയാണെന്നും ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ ചിന്ത അദ്ദേഹത്തിന്റെ നിക്ഷേപം നടത്താനുള്ള ധൈര്യത്തെ ഇല്ലാതാക്കുന്നു. വിജയികൾ രാവിലെ വാർത്തകൾ കാണാറില്ല. അവർക്ക് ലോകവിവരങ്ങൾ അറിയാം, പക്ഷേ അത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ മാത്രം. രാവിലെ അവർ വായിക്കുന്നത് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവരുടെ മേഖലയിലെ പുതിയ അറിവുകളോ ആണ്. രാവിലെ തലച്ചോറിന് കൊടുക്കേണ്ടത് വിജ്ഞാനമാണ്, അല്ലാതെ ഭയമല്ല. നിങ്ങൾ തലച്ചോറിലേക്ക് നൽകുന്നത് പോഷകാഹാരമാണോ അതോ മാനസിക വിഷമാണോ എന്ന് ചിന്തിക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മാരകമായ അവസ്ഥയാണ്. ഇതിനെ നിസ്സാരമായ തീരുമാനങ്ങളുടെ അമിതഭാരം അഥവാ ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയാം. രാവിലെ എഴുന്നേറ്റാൽ ഏത് വസ്ത്രം ധരിക്കണം, ഏത് വണ്ടിയിൽ പോകണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ആലോചിച്ച് കളയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഭരണാധികാരി തന്റെ ഊർജം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കളയരുത് എന്നും അത് അവന്റെ ബുദ്ധിയെ ക്ഷയിപ്പിക്കുമെന്നും ചാണക്യൻ വ്യക്തമാക്കുന്നു. ഒരു മനുഷ്യന്റെ തലച്ചോറിന് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾക്ക് പരിധിയുണ്ട്. രാവിലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആലോചിച്ച് 15 മിനിറ്റ് കളയുന്ന ഒരാൾ തന്റെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമാണ് നഷ്ടപ്പെടുത്തുന്നത്. മെഡിക്കൽ പ്രതിനിധിയായ ഒരാൾ രാവിലെ ബാഗ് നോക്കുമ്പോൾ വിസിറ്റിംഗ് കാർഡുകൾ ക്രമീകരിക്കാത്തതും ഏത് ഡോക്ടറെ കാണണം എന്ന പ്ലാൻ ഇല്ലാത്തതും മൂലം ജോലിസ്ഥലത്തെത്തുമ്പോഴേക്കും മാനസികമായി തളർന്നു പോകുന്നു. വിജയിക്കുന്ന മനുഷ്യർ രാവിലെ ഇത്തരം നിസ്സാര തീരുമാനങ്ങൾ എടുക്കാറില്ല.
അവർ തലേദിവസം രാത്രി തന്നെ അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തു വയ്ക്കുന്നു. രാവിലെ അവർക്ക് ആലോചിക്കാനൊന്നുമില്ല, പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഊർജം വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. നിസ്സാര കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ ദിവസത്തെ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആറാമത്തെ കാര്യം നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ചതിക്കുഴിയാണ്. പലരും ഇതിനെ സ്മാർട്ട്നെസ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. മൾട്ടി ടാസ്കിങ്ങിന്റെ വ്യാജലോകം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ചായ കുടിക്കുമ്പോൾ ഫോൺ നോക്കുകയും ഓഫീസിലെ ഫയൽ പരിശോധിക്കുകയും മക്കളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വലിയ തിരക്കിലാണെന്ന് തോന്നും. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് യഥാർത്ഥ യോഗിയെന്നും പല തോണിയിൽ കാൽ വയ്ക്കുന്നവൻ നടുക്കടലിൽ മുങ്ങിപ്പോകും എന്നും ചാണക്യൻ പറയുന്നു. രാവിലെ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിന്റെ ശ്രദ്ധ ചിതറിപ്പോവുകയും ഒരു കാര്യവും പൂർണ്ണമായ നിലവാരത്തിൽ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇത് ഉള്ളിൽ സങ്കീർണതയും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്ന ഒരാൾ ചായ കുടിക്കുമ്പോൾ പണിക്കാരെ വിളിക്കുകയും സൈറ്റിലെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒപ്പം ടിവിയിലെ വാർത്തയും നോക്കുമ്പോൾ പണിക്കാരൻ പറഞ്ഞ പ്രധാനപ്പെട്ട അളവ് കേൾക്കാൻ വിട്ടുപോകുന്നു. സൈറ്റിൽ ചെല്ലുമ്പോൾ വലിയ തെറ്റ് സംഭവിച്ച് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു. രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. ചായ കുടിക്കുകയാണെങ്കിൽ അത് ആസ്വദിക്കുക, വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധയോടെ ചെയ്യുക. ഒരു കാര്യത്തിൽ മാത്രം ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഏകാഗ്രതയാണ് ബിസിനസ്സിലും ജോലിയിലും വിജയം കൊണ്ടുവരുന്നത്. നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണോ അതോ കൃത്യമായ ദിശയിൽ നടക്കുകയാണോ എന്ന് പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാമത്തെ തന്ത്രം. ഇതാണൊരു മനുഷ്യനെ ജീവനോടെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ വില്ലൻ. ഏഴാമത്തെ തന്ത്രം സ്വയം വില കുറച്ച് കാണലാണ്. ഇതിനെ പ്രഭാതത്തിലെ ആത്മനിന്ദ എന്ന് വിളിക്കാം. രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയറൊക്കെ ചാടിപ്പോയി, കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നു, നിന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? ചാണക്യൻ പറയുന്നത് ഒരു കാര്യം ഓർക്കുക. സ്വന്തം കണ്ണിൽ വിലയില്ലാത്ത മനുഷ്യന് ലോകത്തിനു മുന്നിലും ഒരിക്കലും വിലയുണ്ടാകില്ല. ആത്മനിന്ദ എന്നത് ഏറ്റവും വലിയ പാപമാണ്. നമ്മൾ പലപ്പോഴും ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ വളരെ ക്രൂരമായി പെരുമാറുന്നു. രാവിലെ തന്നെ സ്വന്തം കുറവുകളെയും പരാജയങ്ങളെയും ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്ന ശീലം പലർക്കുമുണ്ട്. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ എവിടെയെത്തി, ഞാൻ മാത്രം ഇപ്പോഴും ഇവിടെ തന്നെ എന്ന് ചിന്തിക്കുന്നത് ആത്മാഭിമാനത്തെ പൂർണ്ണമായി തകർത്തു കളയുന്നു. ഒരു വീട്ടമ്മയുടെ ഉദാഹരണം തന്നെ എടുക്കാം. രാവിലെ മുതൽ രാത്രി വരെ വീട്ടുപണി എടുക്കുന്നുണ്ടെങ്കിലും രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭംഗിയില്ലെന്നും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നും അവർക്ക് തോന്നുന്നു. ഈ ചിന്തയോടെ ദിവസം തുടങ്ങുമ്പോൾ വീടിനുള്ളിൽ സന്തോഷം കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. വിജയികൾ രാവിലെ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താറില്ല. സ്വന്തം തെറ്റുകൾ അവർക്കറിയാമെങ്കിലും അവർ അവരുടെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ പൂർണ്ണനല്ലായിരിക്കാം, എന്നാൽ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല, ഇന്ന് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുമെന്ന് നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക. ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഊർജം വളരെ വലുതാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണോ അതോ ഏറ്റവും വലിയ ശത്രുവാണോ എന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ജനിച്ചതുകൊണ്ട് മാത്രം തീരുന്നതല്ല ജീവിതം. നമ്മളത് എങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്നതിലാണ് കാര്യം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 7 കാര്യങ്ങളും വെറുമൊരു മോട്ടിവേഷൻ കഥകളല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവസവും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവരുടെ സന്ദേശങ്ങൾക്ക് അടിമയാകാതിരിക്കുക, പരാതികളുടെ പ്രാർത്ഥനകൾ ഒഴിവാക്കുക, വീട്ടുതർക്കങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുക, നെഗറ്റീവ് വാർത്തകളിൽ നിന്ന് അകന്നു നിൽക്കുക, തലേദിവസം തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തീരുമാനങ്ങളുടെ ഭാരം കുറയ്ക്കുക, ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, എല്ലാറ്റിനും ഉപരിയായി സ്വയം സ്നേഹിക്കുക. ഈ മാറ്റങ്ങൾ നാളെ രാവിലെ മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയ തന്ത്രങ്ങളോ കോടികളോ ഇല്ലാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നടന്നു കയറാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സ്വന്തം ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ആ ബോധ്യത്തോടെ നാളത്തെ പ്രഭാതത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിൽ ഏത് തെറ്റാണ് നിങ്ങൾ തിരുത്താൻ പോകുന്നതെന്ന് താഴെ പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ ആഴമുള്ള ജീവിത ചിന്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് പങ്കുവയ്ക്കുക.